റസൽമേനിയ 41 ഏറ്റവും ഹൈപ്പ് പറഞ്ഞ ഒരു റസൽമേനിയ ആയിട്ടാണ് 41ാമത്തെ റസൽമേനിയ എനിക്ക് തോന്നിയിട്ടുള്ളത്. റസൽമേനിയ 40 ഏറ്റവും കൂടുതൽ ഹൈപ്പോട് കൂടി വന്നിട്ടുണ്ടായിരുന്ന ഒരു റസൽമേനിയ തന്നെയായിരുന്നു. കോഡി റോഡ്സും റോക്കും റോമൻ റെയിൻസും അങ്ങനെ ഒരുപാട് താരങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു റസൽമേനിയയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ 41ലേക്ക് എത്തിയപ്പോഴേക്കും അതിന്റെ പവർ ഒരു 70-80% കുറഞ്ഞതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാൻസിന് ആർക്കും തന്നെ റസൽമേനിയ 41 കാണണമെന്നുള്ളൊരു തോന്നൽ ഇതുവരേക്കും എത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെയൊരു തോന്നൽ ഉണ്ടായിട്ടുള്ളത്? റസൽമേനിയ 41 അത്രത്തോളം പവർ അല്ലാത്ത രീതിയിൽ എല്ലാവർക്കും തോന്നിയതിന്റെ കാരണം എന്തായിരിക്കും? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. റസൽമേനിയ 41 പവർഫുൾ അല്ലാതായിട്ട് എല്ലാവർക്കും തോന്നുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ വർഷത്തെ റസൽമേനിയ തന്നെയാണ്. റസൽമേനിയ 40 ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. റോക്കും കോഡി റോഡ്സും റോമൻ റെയിൻസും CM പങ്കും ഡ്രൂ മെക്കിൻറ്ററും സെത്ത് റോളിൻസും അങ്ങനെ ഒരു ലോഡ് ആളുകൾ അവരുടെ സ്റ്റോറി ലൈനുമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. റോയും സ്മാക്ഡൗണും കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. റോ ടു റസൽമേനിയയിൽ റോക്ക് വരുന്നു, കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നു, റോമൻ വരുന്നു, അദ്ദേഹത്തിന്റെ കിടിലൻ പ്രോമോ ചെയ്യുന്നു, ഇവരുടെ സ്റ്റോറി ലൈൻ വേറെ ലെവലിലേക്ക് പോകുന്നു, ഇവരുടെ ഇന്റർവ്യൂസ് വരെ നമ്മളിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലുള്ള ഹൈപ്പായിരുന്നു റസൽമേനിയ 40 ഉണ്ടായിരുന്നത്. ഹൈപ്പ് മാത്രമല്ല, റസൽമേനിയ 40ന്റെ മെയിൻ ഇവന്റ് ആ ഒരു ലെവലിലുള്ള മാച്ച് കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 41ലോ ഇതുവരെ എന്താണ് നടന്നിട്ടുള്ളത്? 41ൽ ഇതുവരെ ഉറപ്പിച്ചിട്ടുള്ളത് 2 മാച്ചുകളാണ്. ഒന്നാമത് ജെ ഉസോ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച്, രണ്ടാമത് ഷാർലറ്റ് ഫ്ലെയറിന്റെ ഒരു മാച്ച് ടിഫനി സ്ട്രാറ്റനുമായിട്ട്. ഈ 2 മാച്ചും ഫാൻസിന് അത്രത്തോളം ഇഷ്ടപ്പെടാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഓൺലൈൻ ഫാൻസിന്. അവിടെയുള്ള ഫാൻസിന് ജെ ഉസോയ്ക്ക് വേണ്ടിയിട്ട് ഈറ്റ് പറയുന്നതും ജെ ഉസോയുടെ ക്യാച്ച് ഫ്രേസ് പറഞ്ഞ് സംസാരിക്കുന്നതും വളരെയധികം ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്ക് അത് അത്രത്തോളം പവറായിട്ട് തോന്നുന്നില്ല. കാരണം ജെ ഉസോ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച് നമ്മൾ ഒരുപാട് തവണ പല പേപ്പർ വ്യൂകളിലും, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ റോ എപ്പിസോഡിൽ വരെ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. ആ ഒരു മാച്ചിന് അത്രത്തോളം പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെയുള്ള റോ എപ്പിസോഡുകളിൽ ഇവർ പവറാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ പവറൊന്നും തന്നെ വന്നിട്ടില്ല. ഈ വർഷത്തെ റസൽമേനിയ ഒരു ബോറിംഗ് റസൽമേനിയ ആയിരിക്കുമെന്നാണ് ഫാൻസിന്റെ അഭിപ്രായം. ഇനി WWE എലിമിനേഷൻ ചേംബർ പേപ്പർ വ്യൂവിന് ശേഷം ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ വർഷം റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൽമേനിയ 40 അത്രത്തോളം പേർക്കും ഇഷ്ടപ്പെട്ടതും. ഇനി റസൽമേനിയയിൽ നടക്കാൻ സാധ്യതയുള്ള മാച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ മാച്ച് കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടായിരിക്കും. പിന്നീട് കെവിൻ ഓവൻസ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മാച്ച്. ഇവരുടെ ഫ്യൂഡ് അത്യാവശ്യം കിടിലനായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു ലെവലിലേക്ക് ഇതുവരേക്കും എത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ബ്രോൺ ബ്രേക്കറിന്റെ ഒരു മാച്ച് ഉണ്ട്. ബ്രോൺ ബ്രേക്കറിന്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. മിക്കവാറും ഷെയ്മസ് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ എതിരാളി. ഷെയ്മസ് ആ ഒരു മാച്ചിൽ വിജയിക്കുകയാണെങ്കിൽ അതൊരു കിടിലൻ മൊമെന്റ് തന്നെയായിരിക്കും റസൽമേനിയയിൽ. കാരണം ഒരുപാട് നാളുകളായി, വർഷങ്ങളായി ഷെയ്മസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുന്നു, പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് അത് വിജയിക്കാനായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ റോ ടു റസൽമേനിയയിലായിരുന്നു കോഡി റോഡ്സ്, റോമൻ റെയിൻസ്, റോക്കിന്റെ ഫൈനൽ ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കിഡിലൻ ക്യാരക്ടർ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബിൽഡപ്പുകൾ, അതുപോലെ തന്നെ പ്രസ് മീറ്റിംഗിൽ വന്നിട്ട് ഇവരുടെ കിഡിലൻ പ്രോമോകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ട് ത്രില്ലടിച്ച് നിന്നിട്ടുണ്ടായിരുന്ന നമ്മളായിരുന്നു. അതേ സമയമാണ് ഇപ്പോൾ ഈ വർഷം നടക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള റസൽമേനിയ 41ന്റെ അപ്ഡേറ്റുകൾ അനുസരിച്ച് ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, റോക്ക് റസൽമേനിയ 41ലേക്ക് വരും. റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മാച്ച് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാച്ച് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ റോക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് പോലും കൺഫേം അല്ല. റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസ് ഇപ്പോൾ WWEയിൽ വരുന്നില്ല. ജോൺ സീന അദ്ദേഹത്തിന്റെ മൂവികളായിട്ട് ബിസി ആയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും അവസാനത്തെ റണ്ണാണ് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ WWEയിൽ വരുന്നുകൂടിയില്ല. ഇനി അദ്ദേഹം വരുന്നത് എലിമിനേഷൻ ചേംബറിലായിരിക്കും. സ്റ്റോൺ കോൾഡോ, ത്രിപിളച്ചോ, അണ്ടർടേക്കറോ അങ്ങനെ ആരും തന്നെ റസൽമേനിയ 41 വരും എന്നുള്ളതിന്റെ ഒരു വിധത്തിലുള്ള അപ്ഡേറ്റുകളും വരുന്നില്ല. ഗോൾഡ്ബർഗ് തിരിച്ചു വരും, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് മാച്ച് ഉണ്ടാകുമെന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റുകളും ഇപ്പോൾ ഇതുവരെ കേൾക്കുന്നുമില്ല. അതുപോലെ ബാഡ് ബ്ലഡ് പേപ്പർ വ്യൂവിൽ റോക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ചെയ്തിട്ട് 1, 2, 3 എന്നെല്ലാം തന്നെ വിരൽ കൊണ്ട് കാണിച്ച് പോയിട്ടുണ്ടായിരുന്നു. റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്രസ്സും പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താലോചിച്ചിട്ടാണ് റോക്ക് അങ്ങനെ ചെയ്തത് എന്നുള്ളതും മനസ്സിലാവുന്നില്ല. US ചാമ്പ്യനായിട്ടുള്ള ഷിൻസുക്കെ നക്കമുറ ആ ഒരു ചാമ്പ്യൻഷിപ്പും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, 2 ഡാൻസ് കളിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ചെയ്യുന്നില്ല. നല്ലൊരു എതിരാളി നക്കമുറയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് നല്ല സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിട്ടും മെയിൻ ഇവന്റ് കൊടുത്തിട്ടുള്ളത് ഗുന്തർ വേഴ്സസ് ജെ ഉസോ തമ്മിലുള്ള റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മാച്ചിന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് ആരെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ. എലിമിനേഷൻ ചേംബർ മാർച്ച് 1-ാം തീയതി ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുവരെ സമയമുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. റോസ്റ്റർ നോക്കുകയാണെങ്കിൽ കോഡി റോഡ്സ്, CM പങ്ക്, സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ്, ഡ്രൂ മെക്കിൻറ്റർ, AJ സ്റ്റൈൽസ്, LA നൈറ്റ്, ബ്രോൺ ബ്രേക്കർ, ഷെയ്മസ്, ഫിൻ ബാലർ, അങ്ങനെ ഒരു ലോഡ് താരങ്ങളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും നല്ല സ്റ്റോറികൾ കൊടുക്കാതെ വേറെ ഏതെങ്കിലും താരങ്ങൾക്കാണ് മെയിൻ സ്റ്റോറികൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റസൽമേനിയയുടെ ഹൈപ്പ് വളരെയധികം കുറയുമെന്ന് തന്നെയാണ്
തന്നെയാണ് എൻ്റെ അഭിപ്രായം. റസൽമേനിയ 41 നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മാച്ച് ഏതാണ്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. റോമൻ റൈൻസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. റോമൻ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഫ്യൂഡ് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റസൽമേനിയയിൽ നല്ല കിഡിലൻ മാച്ച് നമുക്ക് കാണാം. അതിൽ CM Punk കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് തന്നെയായിരിക്കും റസൽമേനിയ 41 കാണാൻ വേണ്ടി പോകുന്നത്. ഐ എം വെയിറ്റിംഗ്.